ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്ന റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 ആണ്. 2013 മോഡലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, ഇതുവരെ ഈ ഒരു വണ്ടിയുടെ ഫ്യൂൽ ഇഞ്ചക്ടർ സിസ്റ്റം മാറ്റിയിട്ടില്ല. നോക്കുക, ഇത് കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ECM മാറ്റിയിട്ടില്ല, ECM റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂലും പിന്നെ അതേമാതിരി മോട്ടർ ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടില്ല. ഇത് സ്റ്റാർട്ടിങ്ങിൽ മടുന്ന് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്, പുറമേ നിന്ന് വരുന്ന വണ്ടിയല്ല. നമ്മളൊരു ഫ്യൂൽ പമ്പ് മോട്ടർ എനിക്ക് തോന്നുന്നൊരു 1-2 പ്രാവശ്യം മോട്ടർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും 2013 മോഡലെന്ന് ആലോചിക്കണം കേട്ടോ. അത് വലിയൊരു എക്സ്പെൻസീവ് ഒന്നുമല്ല മോട്ടർ മാറ്റുക എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ റൈഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ പിന്നെ സത്യം പറഞ്ഞ കോസ്മാറ്റിക് നോക്കുകയാണെങ്കിൽ വളരെ വീക്കാണ്. ഞാൻ അത്രയും റെഫ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അത് നോക്കുക, പക്ഷേ പെർഫോമൻസ് നോക്കാം നമുക്ക്. ഇത് വണ്ടി ചെറിയൊരു മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് സ്പാർക്ക് പ്ലഗിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നില്ല, ഒരു സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മെയിൻ പ്ലഗേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതന്നെ പാർഷ്യലി വീക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു മിസ്സിങ് വന്നിരുന്നത്. ഇപ്പോൾ 2 പ്ലഗ് മാറ്റിയോടെ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അതിൻ്റെ മീറ്ററൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 27 bhp പവർ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പവർ സംബന്ധിച്ച് നോക്കുക, 27 bhp ഒന്നും തോന്നുന്നല്ല. 40-45 bhp 47 bhp ഒക്കെ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുണ്ടാകുമ്പോൾ 47, 50, 65, 75 വരെയുള്ള കാറ്റഗറിയിലെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയൊരു പവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എങ്കിലും കൂടി 350 വണ്ടി ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഒരു പവർഫുള്ളായിട്ട് തോന്നുന്നത്. 27 ഉള്ളതും കൂടി മറ്റേക്കൂടെ 7 bhp പവർ ഉള്ളതും കൂടി ആ ഒരു ശരിക്ക് പിന്നെ ഓവർടേക്കിങ്ങിലും ആ ഒരു ടോർക്കിലും, അപ്പം 10.5 kg വരുന്ന ക്രാങ്ക് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലോ എൻഡ് ടോർക്കും എല്ലാം വെച്ച് നോക്കുകയാണ് ഒരു നല്ലൊരു പെർഫോമൻസ് വണ്ടിയാണ് 500. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കിട്ടാൻ പിന്നെ ഏറ്റവും വില കുറഞ്ഞിട്ട് കിട്ടാവുന്ന ഒരു പെർഫോമൻസ് വണ്ടി എന്ന് തന്നെ പറയാം. കാരണം ഒന്നാമത് ഇത് ആളുകൾ മൈലേജ് കുറവായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ മാറ്റി നിർത്താറാണ് പതിവ്. കാരണം 30-32 കിലോമീറ്റർ മാത്രമേ ഇതിന് മൈലേജ് കമ്പനി പറഞ്ഞിരുന്നത്. അത് പല ആളുകൾക്കും 20 വരെ 15 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കാർബറേറ്ററിലേക്ക് മാറ്റിയ വണ്ടികളാണ് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നം റോയൽ എൻഫീൽഡിൻ്റെ EFI എന്നൊരു സിസ്റ്റത്തിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്ത മെക്കാനിക്സ് അവർക്ക് കഴിയാവുന്ന മേഖലയിലേക്ക് വണ്ടിയിൽ മാറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം EFIൻ്റെ കംപ്ലയിൻറ്റ്സ് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം അതൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് മെക്കാനിക്സിനെ അതിന് ഷൂട്ട് ഔട്ട് ചെയ്യാനോ അതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ട്രബിൾ ഷൂട്ട് ചെയ്ത് വിടാനോ പറ്റാത്ത സാഹചര്യത്തിൽ വണ്ടിക്ക് വീണ്ടും മിസ്സിങ് വന്ന ആകെ ഒരു തലവേദന എടുക്കുന്ന സാഹചര്യത്തിലാണ്. അവർക്ക് കഴിയാവുന്ന ഒരു പണിയാണ്. എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, നല്ല ഏബിളായിട്ട് മെക്കാനിക്സ് ഉണ്ട്. അവർ കഴിയുന്ന പണി തന്നെ കാർബറേറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ BS6 എന്ന വാഹനത്തിൻ്റെ ഇപ്പോൾ BS6 വണ്ടി കാർബറേറ്ററിലേക്ക് മാറ്റുന്ന ചിന്തിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. അത്രക്കും പിന്നെ ബാക്ക്വേർഡ് മൈൻഡാണ് നമ്മളത്. ഒരു പുതിയ ടെക്നോളജി കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം അതെങ്ങനെ പൈലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് നോക്കുന്നത്.
കാരണം ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അക്യൂറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ECM കൺട്രോൾ ചെയ്തിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സ്പ്രേ ചെയ്യുന്ന സിസ്റ്റമാണ്. അത് അത്ര അക്യൂറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല സ്മൂത്തും പെർഫോമൻസും അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് വാഹനങ്ങൾ കാർബറേറ്ററിലേക്കും തോന്നുന്നു, കൂടുതൽ വാഹനം കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഈ ഒരു വിഷയം കൊണ്ട് തന്നെ കാർബറേറ്ററിലേക്ക് മാറ്റിയ വണ്ടികൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓടിച്ചിട്ട് മൈലേജ് എന്ന സംഗതി പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുക. അതല്ലെങ്കിൽ അടുത്തൊരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ലേബിളായിട്ടുള്ള മെക്കാനിക്സ് ട്യൂൺ ചെയ്തിട്ട് മൈലേജ് ആക്കി എടുക്കുക. കാരണം എന്തായാലും FI എന്ന ഒരു സിസ്റ്റത്തിലുള്ള സ്മൂത്ത്നെസ് എന്തായാലും കാർബറേറ്ററിൽ കിട്ടില്ല. അതാരും എന്ത് തന്നെ പറഞ്ഞാൽ അതാണ് വസ്തുത. കാരണം ഈ ഒരു വണ്ടി 2013 വണ്ടിയാണെങ്കിലും ഈ ഒരു വണ്ടീൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കാനൊരു താല്പര്യമാണ്. അത്രയ്ക്കും സ്മൂത്താണ് വണ്ടി. അതുമാതിരി തന്നെ പിന്നെ പെർഫോമൻസുമാണ്. നമുക്കൊരു ആവറേജ് പെർഫോമൻസ് ഒരു വണ്ടിക്ക് നമ്മുടെ റോഡിൽ വന്നിട്ട് ഒരു സ്പോട്ടി ഒരു റേസിങ് ഇത് മൈൻഡ് വെച്ചിട്ടല്ലാതെ ഒരു വണ്ടിക്ക് വാഹനത്തിൽ എന്ത് പെർഫോമൻസാണ് വേണ്ടത്, അത്യാവശ്യം ഓവർടേക്കിങ്ങിനാണെങ്കിലും നമുക്ക് റൈഡിങ് കംഫർട്ടിനാണെങ്കിലും ആ ഒരു പെർഫോമൻസ് പൂർണ്ണമായിട്ട് തരുന്ന ഒരു വണ്ടിയാണ് 500. അപ്പോൾ 500 കാറ്റഗറിയിൽ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്, തണ്ടർബേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തണ്ടർബേർഡ് ഒക്കെ നല്ല വണ്ടിയാണ്. അത് ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു 500 cc എന്ന് പറഞ്ഞാൽ ക്രൂസ് ചെയ്യാൻ പറ്റിയ എന്നുള്ള ആ രീതിയിലുള്ള വണ്ടിയാണ്. ഇപ്പം മൈലേജ് ആരും മൈൻഡ് ചെയ്യാത്തൊരു, അതായത് പവർഫുള്ളായിട്ട് വണ്ടികൾ കൂടുതലായിട്ട് വന്ന് ഇറങ്ങി തുടങ്ങിയതോടുകൂടി ഇപ്പോൾ മൈലേജ് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പറ്റിയിട്ടുള്ള മാർക്കറ്റിൽ കുറച്ച് വില കുറഞ്ഞിട്ട് കിട്ടാവുന്നൊരു വണ്ടിയാണ് 500. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കാനുള്ള കാരണം സ്റ്റാർട്ടിംഗ് മോട്ടറിന് കുറച്ച് ഹൈലി എക്സ്പെൻസീവാണ്. അതുമാതിരി തന്നെ ഫ്യൂൽ പമ്പാണെങ്കിലും കുറച്ചുകൂടെ, കാരണം ഫ്യൂൽ പമ്പ് വിഷയമല്ല, ഫ്യൂൽ പമ്പ് മോട്ടർ മാത്രം മാറ്റി വെച്ച് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ECM കംപ്ലയിൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടില്ല. കാരണം ബ്രാൻഡഡ് ECM ആണ് റോയൽ എൻഫീൽഡ് ഇതിന് കൊടുത്തേക്കുന്നത്. ത്രോട്ടിൽ ബോഡി ആണെങ്കിൽ വളരെ റെയറാണ് കംപ്ലയിൻ്റ് ആവുക എന്നുള്ളത്. പിന്നെ കുറേ ആളുകൾ കംപ്ലയിൻ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനം മാറ്റി നോക്കി മിസ്സിങ് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അതും മാറ്റും, മിസ്സിങ് പിന്നെ ECM മാറ്റും, ത്രോട്ടിൽ ബോഡി മാറ്റും, എല്ലാം മാറ്റി വെച്ചിട്ട് മിസ്സിങ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ ഇത് ത്രോട്ടിൽ ബോഡി പ്രശ്നങ്ങളൊന്നും ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 500 സർവീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വന്നിട്ടില്ല. നമ്മളതിൻ്റെ പീരിയോഡിക്കലായിട്ട് അത് ക്ലീൻ ചെയ്ത് വിടാറാണ് പതിവ്. അപ്പം അത്രയും ക്വാളിറ്റി ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റിന് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് തന്നെ ആയാലും ഈ ഒരു 500 cc തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അത് ഫ്യൂൽ ഇഞ്ചക്ടർ ആണോ, ഇപ്പം നിലവിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ആണോ നോക്കുക. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്ന് ECM സ്കാൻ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ഇതൊന്നും ആയിരുന്നില്ല ഫസ്റ്റ് വന്നിരുന്നത് നമുക്ക് ഇത് ബ്ലിങ്കിങ് കോഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ബ്ലിങ്കിങ് കോഡ് നമ്പേഴ്സ് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പിന്നെ കോഡ് നമ്മൾ പിന്നെ നോക്കിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അപ്പം സ്കാൻ ചെയ്യാൻ പറ്റുമെങ്കിലും പ്രൊഫഷണൽ സ്കാൻ ടൂൾ വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റുമെങ്കിലും കോണായിട്ട് ഉപയോഗിക്കുന്ന ബ്ലിങ്കിങ് തന്നെയാണ് ആ സിസ്റ്റമാണ് വന്നിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പോയും ECMന് ഏത് സെൻസറിന് ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഡാറ്റ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതൊക്കെ നമുക്ക് അറിയാനോ ഷോർട്ട് ഔട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് തീർത്തെടുക്കാൻ പറ്റാത്ത ഒരു വണ്ടിയല്ല. പൂർണ്ണമായിട്ട് സ്മൂത്താക്കിയിട്ട് നോർമൽ കമ്പനി എങ്ങനെയാണ് ഇറക്കി അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. വലിയ പൈസ ചിലവൊന്നും വരില്ല, അയച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അത്രയും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 500 cc എന്ന വണ്ടി നമുക്കൊരു പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ആളുകൾ, അതേമാതിരി പിന്നെ പവർഫുള്ളായിട്ട് മൈലേജ് പിന്നെ പരിഗണിക്കാതെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് നമുക്ക് യാത്ര കംഫർട്ടാണ് വലുത് എന്നുള്ള മൈലേജ് പരിഗണിക്കാതെ നമുക്ക് ഇത്ര മൈലേജ് വേണം, അല്ലെങ്കിൽ 40 മൈലേജ് വേണം, അല്ലെങ്കിൽ 30 മൈലേജ് വേണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള വണ്ടിയല്ല ഇത്. എന്തായാലും 20-25 മൈലേജ് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. 25ൻ്റെ മുകളിൽ കിട്ടുന്ന ആളുകളുണ്ട്. അത് നമ്മളെ ടെറൈനും റൈഡിങ് പിന്നെ രീതിയൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ മൈലേജ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പം ഒരു മോട്ടോർ സ്കൂട്ടർ ആണെങ്കിലും പവർഫുൾ മോട്ടോർ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ മൈലേജ് അത്ര തന്നെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി, അതായത് ഇപ്പം വണ്ടികൾ ഇപ്പോൾ ഇൻ്റർസെപ്റ്റ് 650 47 bhp പവറൊക്കെ വരുന്ന വണ്ടികൾ 45 bhp പവർ വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഡബിൾ പവറുണ്ട് വണ്ടിയെങ്കിലും കൂടെ. ആ പവർ നമുക്ക് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലതാണ് വാസ്തവം. ഇതിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും പറ്റും, അതിൻ്റെ ടോർക്ക് അനുഭവിച്ചറിയാനും പറ്റുന്നുള്ളതാണ് അത് വേറെ വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇനിയിപ്പം ഭാവിയിൽ ചില കൂടാനും സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് മനസ്സിലാക്കി വരുമ്പോഴാണ് എല്ലാവരും വണ്ടിക്ക് മാർക്കറ്റ് കൂടി വരിക.
അപ്പോൾ ഇത് ഒന്ന് തള്ളി നീക്കി വെച്ചൊരു മോഡലാണ് 500 എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആളുകൾ ബാക്കിലേക്ക് തിരിയുന്നത്. 2020 വരെ ഇത് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പം നിർത്തിയിട്ടുള്ള വണ്ടിയാണ് 500 cc. അപ്പോൾ അതുകൊണ്ട് 500 cc കുറിച്ച് എനിക്കറിയാൻ പറയാനുള്ളത്, അപ്പോൾ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾ തന്നെ കൂടുതൽ എടുക്കുക. കാർബറേറ്ററിലേക്ക് മാറ്റുള്ള വണ്ടികൾ ഒഴിവാക്കി നന്നാവുകയെന്ന് എനിക്ക് തോന്നുന്നു. ആണെങ്കിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് അതിന് മൈലേജൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.